യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പതിപരണം മിണ്ടാതിരിക്കുന്ന എല്ലാവരും ചേർന്ന് പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പേര് അലീന. ഞാൻ മാന്നാറിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ 2017 തൊട്ട് ഞാനും അമ്മ ഇവിടെ വരാൻ തുടങ്ങിയതാണ്. അപ്പം എനിക്ക് 3 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. 2018 ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത്. അപ്പം എനിക്ക് മാത്സ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 10ൻ്റെ ആണെങ്കിലും ഓണപ്പരീക്ഷയ്ക്കാണെങ്കിലും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ ഒന്നെങ്കിൽ തോറ്റു പോവുക, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് പാസിനുള്ള മാർക്ക് കിട്ടാറുള്ളായിരുന്നു. ബാക്കി എല്ലാ വിഷയങ്ങളും എനിക്ക് അത്യാവശ്യം പാട് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം SSLCയുടെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എപ്പോഴും കരയുകയും എനിക്ക് പേടിയായിരുന്നു ഞാൻ പാസ്സാവുമോ, ഭയങ്കര പേടിയായിരുന്നു. അപ്പം അമ്മ ഇവിടെ വന്നിട്ട് അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് വന്നിട്ട് നേർച്ച നേർന്ന് 9 ചൊവ്വാഴ്ച വന്ന് മാലയിട്ടു. 9 ചൊവ്വാഴ്ച മാലയിട്ട് പ്രാർത്ഥിച്ചു. എന്നെ ഒന്ന് ജയിപ്പിക്കണമെന്നേ അമ്മ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. ഞാനും വരുന്നുണ്ട്. ആ സമയത്ത് പരീക്ഷോരിക്ക പ്രാർത്ഥനയിലൊക്കെ വന്ന് സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതിനെല്ലാം വന്ന് ഇവിടെ സമയമുള്ളപ്പോഴൊക്കെ ഞാനും അമ്മയുടെ കൂടെ വന്ന് മാല ഇടുകയായിരുന്നു. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് SSLCയുടെ എക്സാം എഴുതി. ഞാൻ പാസ്സായ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ എനിക്ക് ഫുൾ A+ തന്ന ദൈവം എന്നെ അനുഗ്രഹിച്ചു. നന്നായിട്ട് മക്കളോട് സ്നേഹമുള്ള മാതാപിതാക്കൾ മാത്രം കൈയടിച്ചാൽ മതി. കുഞ്ഞുങ്ങൾക്ക് ഒരു വിജയം കിട്ടണം, ഉയർച്ച കിട്ടണം ആഗ്രഹം. നന്നായിട്ട് കൈയടിച്ച് കണക്കിന് തോറ്റുകൊണ്ടിരുന്ന ആളെ കഷ്ടിച്ച് ജയിക്കും. പക്ഷെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, മോള് കൂടെ വന്നെന്ന് പ്രാർത്ഥിച്ചു. അവന് ഫുൾ A+ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കാം. പരീക്ഷ ഒരുക്ക പ്രാർത്ഥനകൾ അനേകം കുഞ്ഞുങ്ങൾ വന്ന അഭിഷേകം, ഒരു ഡിവൈൻ ടച്ച്. ശരിക്കും പരീക്ഷ ഒരുക്ക പ്രാർത്ഥന ഒരു ഡിവൈൻ ടച്ചാണ്. കർത്താവിൻ്റെ തൊടൽ അത് മതി, നീ ഒന്ന് തൊട്ടാ മതി. ഹല്ലേലൂയ. അങ്ങനെ +1 അഡ്മിഷൻ കിട്ടി. +2 എനിക്ക് 93% കൂടെ ഞാൻ പാസ്സായിരുന്നു. അതോടെ ജീവിതം മാറുക. എത്ര കിട്ടിയ? 93. അപ്പോൾ എത്ര A+ കിട്ടിയതിന്? എനിക്ക് 3 A+ 3 A ഉണ്ടായിരുന്നു. 3 A+ 3 A 93%. കൈയടിച്ച് അസൂയപ്പെടാതെ മടിക്കാതെ നന്നായിട്ട് കൈയടിച്ച് ചേർത്താലും മാത്രം കൊടുത്തോ. ആ സമയത്തും ഞാൻ അടുത്ത ആഴ്ച റിസൾട്ട് ഒക്കെ വരാൻ പോവുക. കുറച്ച് മക്കളുടെ റിസൾട്ട് ഈ ആഴ്ചകളിൽ വരും. ഇല്ലെങ്കിൽ നീറ്റ് എക്സാം ഈ ഞായറാഴ്ച എഴുതാൻ പോകുന്ന പിള്ളേരുണ്ട്. നിങ്ങൾ ഓർത്തോ എങ്ങനെ ജയിക്കുന്ന മാർക്ക് കിട്ടുന്നതെന്ന്. ആ സമയത്തും ഞാൻ +1 +2 ഫൈനൽ എക്സാം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മാത്സ് ഞാൻ തോക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. +2 അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് അങ്ങനെ 93%. ആ സ്കൂളിലെ ടീച്ചർമാർക്ക് നിന്നോട് എന്ത് ദേഷ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ തോന്നിയിട്ടില്ല? കൊച്ചിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പൊതുവെ ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ടാവും, കൊച്ചൊന്നും പറയണ്ട. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ നിനക്കൊരു തോൽവി തരുന്നത് നീ കർത്താവിനെ മാത്രപ്പെടുത്താനാണ്. ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറഞ്ഞത്, ഒരു കടക്കണിയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, നീ ഒരു ദുരിതത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നാളെ ആയിരങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന ഒരു സങ്കടമാണ്. ദൈവം നിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കുരിശാണ്. ദൈവത്തിനെ ഉയർത്തുന്ന ഒരു ചവിട്ടുപടിയാണ്. നിന്റെ പരാജയമെന്ന് നീ തിരിച്ചറിയടാ. നമുക്ക് പേടിയാ. വരുന്നിടത്ത് വെച്ച് കാണാവുന്ന മലയാളിയുടെ ചൊല്ലാത്, മലയാളിയുടെ ചൊല്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. വിശ്വാസിയുടെ ചൊല്ല മക്കളെ അത്, ഞാൻ ആയിരിക്കുന്നിടത്ത് കർത്താവ് ഉണ്ടാവും, ഞാൻ തോക്കുന്നിടത്ത് കർത്താവ് തോക്കും, കർത്താവ് ജയിക്കുന്ന കർത്താവ് എന്നെ ജയിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല മക്കളെ. കർത്താവിന്റെ കൂടെ നിങ്ങളെല്ലാം വീണ്ടെടുക്കാൻ പോവാ. ഹല്ലേലൂയ. അങ്ങനെ +2 പാസ്സായി. എനിക്ക് കൊല്ലത്തൊരു കോളേജിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. എനിക്ക് കൊറോണയുടെ സമയമായതുകൊണ്ട് എൻ്റെ പകുതിമുക്കാൽ ക്ലാസ്സും ഓൺലൈനായിരുന്നു. ക്ലാസ് ഫുള്ള് ഫസ്റ്റ് ഇയറിലെ. പുതിയൊരു മേഖലയായതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ സബ്ജക്റ്റാണ്, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഓൺലൈൻ ക്ലാസ്സും കൂടെ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ പരീക്ഷയുടെ സമയമായപ്പോഴത്തേന് കോളേജിലെത്തി. ഞങ്ങൾക്ക് ടോട്ടൽ 6 സബ്ജക്റ്റായിരുന്നു ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത്. എനിക്കതിൽ ഒരു സബ്ജക്റ്റ് പോലും എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാനോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പരീക്ഷ എഴുതുന്ന സമയത്ത്.
എഴുതാനായിട്ട്. അങ്ങനെ ഫൈനൽ ഇയർ എക്സാം വന്ന് എനിക്ക് ഭയങ്കര പേടിയായി, എന്നും വീട്ടിൽ വിളിച്ച് കരച്ചിലായിരുന്നു. അപ്പോഴും അമ്മ പറയും, നീ അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കും, നമ്മൾ രക്ഷപ്പെടും, പ്രാർത്ഥിച്ചാൽ മതി, പാസ്സാവും, നമ്മ എന്നും വിളിക്കുമ്പോൾ പറയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പേടിയായിരുന്നു. ഞാൻ എന്നിട്ട് പഠിക്കാനിരിക്കുന്നതിന് മുന്നേ അന്തോണീസ് പുണ്യാളനോടുള്ള അപേക്ഷ ചൊല്ലിയിട്ടായിരുന്നു എന്നും പഠിക്കാനിരിക്കുന്നത്. പക്ഷേ എനിക്ക് പരീക്ഷയുടെ തലേന്നായപ്പോഴത്തേക്കിന് എല്ലാം റിവൈസ് ചെയ്തു. പക്ഷേ എനിക്ക് ഒന്നും പിന്നെ തിരിച്ചു നോക്കുമ്പോൾ ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു പരീക്ഷ എഴുതി. എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റും എനിക്ക് നല്ല രീതിയിൽ പാടായിരുന്നു. അങ്ങനെ പേടിച്ചാണ് റിസൾട്ട് നോക്കിയത്. അങ്ങനെ റിസൾട്ട് നോക്കിയപ്പം ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് ഒരു സബ്ജക്റ്റ് ഞാൻ ഫെയിലായി, ബാക്കി എല്ലാ സബ്ജക്റ്റും പാസ്സായി, ഒരു സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. അപ്പോഴത്തേക്കിന് ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച ദൈവമേ, നീ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരുത്തുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പാസ്സാകാൻ, ഞാൻ തോറ്റുപോയേ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചില്ല, കരയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ വരുന്നത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവം എന്തിനാ എന്നെ ഒരു സബ്ജക്റ്റ് കോളേജിലുള്ള മുഴുവൻ പിള്ളേരും എല്ലാത്തിനും ജയിച്ചായിരുന്നു? ഇല്ല, എല്ലാവരും ജയിച്ചിട്ടില്ല. എന്റെ കാര്യത്തിൽ മര്യാദയ്ക്ക് പഠിക്കൂല, അതിന് അവരോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുക. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ പരീക്ഷിക്കുന്നയാ, നീ പേടിക്കണ്ട, നീ എവിടെയോ നിന്റെ പ്രാർത്ഥനയുടെ കുറവ് മൂലം നിന്നെ ദൈവം പരീക്ഷിക്കുന്നയാ, നീ പ്രാർത്ഥിക്ക്, നല്ല രീതിക്ക് പ്രാർത്ഥിക്ക്, ദൈവത്തെ വിളിച്ച് നീ ഈ വട്ടം പരീക്ഷ എഴുതുമ്പോൾ നീ എന്താണേലും ഉറപ്പായിട്ടും പാസ്സാവും എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ മിക്ക ചൊവ്വാഴ്ച ദൈവമക്കളെ ജീവിതത്തിൽ ഒരു കുറവ് വരുമ്പോൾ ചിന്തിച്ചു, എൻ്റെ പ്രാർത്ഥനയിൽ എവിടെയോ വീഴ്ച വന്നു. 100% സത്യം ഇപ്പം പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം വരുന്നു, നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രയാസം വരുന്നു. ഞാനിച്ചോ ഉത്തരം ഒന്നേ ഉള്ളൂ. ഈ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞ ഉത്തരം, എവിടെയോ ഒരു കുറവ്, എവിടെയോ ഒരു ദ്വാരം വീണ് അത് മുഴുവൻ ഒഴുകിപ്പോയി. ആ പ്രാർത്ഥന മുഴുവൻ അവളെ ശരിക്കും ഒന്ന് ആത്മാർത്ഥതയുള്ളവരെ ചെയ്താൽ മതി. നിങ്ങളത് കണ്ടുപിടിക്കും, നിങ്ങളത് റെക്ടിഫൈ ചെയ്യും, ഇരട്ടി അഭിഷേകം നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. വെറുതെ പോയി തോക്കുമെന്നെയോ നേരെ കർത്താവിന് മുമ്പിൽ പോയി ഇരുന്നേക്കണം. ജയിക്കുമ്പോഴും പോയിരിക്കണം, പക്ഷെ തോറ്റു പോകുമ്പോ, തകർന്നു പോകുമ്പോ, പരാജയപ്പെടുമ്പോ, താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ കർത്താവിന് മുമ്പിൽ പോയിരിക്കണം. പോയിരുന്നോങ്ങളെ ഇരുന്നോ. ഈശോനാമത്തിൽ അച്ഛൻ പറയണേ, അച്ഛനല്ല പറഞ്ഞ, പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുക. ഇത് പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുക. വലിയ കടബാധ്യതയിലിരിക്കുന്ന മക്കളില്ല, നിങ്ങൾ പള്ളിയിൽ പോയി കുറച്ചത് കുത്തിയിരിക്കുക, ചെയ്യാനൊക്കെ ചെയ്തു. അതിന് പള്ളിയിൽ പോയി കർത്താവിന്റെ കുർബാന ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയി വെറുതെ കുത്തിയിരിക്കുക. കടം മാറ്റാനോ നിങ്ങൾ പ്രാർത്ഥി, വെറുതെ പോയി കുർബാനയുടെ മുമ്പിൽ കുത്തിയിരിക്കുക. കർത്താവ് കാണിച്ചു തരും, കർത്താവ് കാണിച്ചു തരും മക്കളെ, കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കാരണം അനാട്ടമി ഫിസിയോളജി പോലുള്ള ഒരു സബ്ജക്റ്റ് അല്ല എൻ്റേത് ദൈവം എനിക്ക് ഫെയിലാക്കി തന്നത്. അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിച്ച് നിൽക്കാവുന്ന ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അധികം ആരും ഫെയിലാകാത്തൊരു സബ്ജക്റ്റാണ് എന്നെ ദൈവം ഫെയിലാക്കിച്ചത്. അപ്പം ഞാൻ എല്ലാവരും തോക്കുന്ന വിഷയത്തിൽ എല്ലാവരും ജയിപ്പിച്ചു. അനാട്ടമിയൊക്കെ വളരെ ടഫുള്ള വിഷയമാണ്. മിക്കവാറും എല്ലാ പിള്ളേരും ഫസ്റ്റ് ഇയർ തോക്കുന്ന വിഷയം അല്ലേ? അതിനൊക്കെ ജയിച്ചു നിൽക്കുക. ബയോകെമിസ്ട്രി മരുന്നിൻ്റെ പേരും ഒക്കെ കൂടി അതൊക്കെ അത്യാവശ്യം കാണാപ്പാടം പഠിച്ചാൽ എഴുതി ജയിക്കാവുന്നേ ഉള്ളൂ. ആ വിഷയത്തിനാ കുഞ്ഞു. അത് മാത്രമല്ല, അതിന് രണ്ടിനും കൂടെ ഒന്നിച്ച് ജയിച്ചാലും മതി. അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റാണ് എനിക്ക് ദൈവം ഫെയിലാക്കി തന്നെ. അപ്പം നിനക്ക് ബാക്കിയുള്ളത് അത്രയും പാടുള്ള സബ്ജക്റ്റ് നിന്നെ ഫെയിലാക്കിയില്ലല്ലോ, അപ്പം ദൈവം നിന്നെ കരുതുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മനസ്സിൽ പറയുന്നതല്ല, അത് പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ പള്ളിയിൽ പോയി ഇരിക്കുക, തിരുമുമ്പിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സംസാരിച്ചു തുടങ്ങും. നിങ്ങളുടെ സകല ദുഃഖവും മാറും മക്കളെ, സകല സങ്കടവും മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു തുടങ്ങും. പരിശുദ്ധാത്മാവ് സന്തോഷത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആനന്ദത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ബലത്തിന്റെ ആത്മാവ്. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവും, സമാധാനം ഉണ്ടാകും, ബലമുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പഠിക്കാനിരിക്കുന്നതിന് മുമ്പൊക്കെ മെഴുകുതിരി കത്തിച്ച് വെച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ അപേക്ഷ ചൊല്ലി
പ്രാർത്ഥിച്ചിട്ടായിരുന്നു എന്നും പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് അപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, ഭയങ്കര കുറച്ച് പാടായിരുന്നു. എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ ജയിക്കും, എന്നെ ദൈവം കൈവിടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഫസ്റ്റ് ഇയറിൽ ബാക്കി എല്ലാ വിഷയത്തിനേക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് ഇതിന് വന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു ഇംപ്രൂവ്മെന്റ് ഭർത്താവ് കൊടുത്തത് എന്തിനാ? ഉന്നതമായ ദൈവം നിന്റെ തോൽവി വലിയ വിജയത്തിലാണെന്ന് മനസ്സിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞു. കടക്കടിയാ 10 കോടി രൂപയുടെ കടക്കടിയുള്ള ചേട്ടനോടാണ് ഇപ്പം പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ചേട്ടാ 20 കോടി രൂപയുടെ ആസ്തി ചേട്ടൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ 10 കോടി രൂപയുടെ കടബാധ്യത ചേട്ടനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. വലിയ ഉറപ്പൊന്നുമില്ല അല്ലേ? ചേട്ടായിമാരൊന്നും ആണെങ്കിലും ചേച്ചിമാരെല്ലാം കൂടെ ഹല്ലേലൂയൊക്കെ വിളിക്കുന്നത്. ചേട്ടന്മാരെല്ലാം കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കുക. ഇതുപോലെ കുറച്ച് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. കേൾക്കുന്ന കാര്യം ഹൃദയത്തിൽ വിശ്വസിക്കണം, അത് ജീവിതത്തിൽ ഏറ്റെടുക്കണം. അപ്പോൾ കർത്താവ് ജീവിതത്തിൽ സംഭവിപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലും എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എല്ലാ വിഷയവും പാസ്സാകാൻ പറ്റി. അങ്ങനെ ഫോർത്ത് ഇയർ എത്തി. ഫോർത്ത് ഇയറിൽ 4 സബ്ജക്റ്റായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഫോർത്ത് ഇയറിൽ ലാസ്റ്റ് ഇയറിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് വീണ്ടും പിന്നെയും പേടി വരാൻ തുടങ്ങി. പരീക്ഷയുടെ സമയമായപ്പോഴത്തേക്കിന് ഞാൻ വീട്ടിൽ വിളിച്ച് കരയാൻ തുടങ്ങി. എന്നെ കൊണ്ട് പറ്റുന്നില്ല പഠിക്കാൻ, ഭയങ്കര പാടാണ് പഠിക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചാപ്പലുണ്ട്. അപ്പം ഞങ്ങളുടെ ബാച്ചിലെ പിള്ളേരെല്ലാവരും കൂടെ കർണക്കൊന്ത എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. എല്ലാ ദിവസവും സ്റ്റഡി ലീവ് കിട്ടിയ സമയത്ത് എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്കും രാത്രി 8 മണിക്കും ഞങ്ങൾ എന്നും കർണക്കൊന്ത ചൊല്ലുമായിരുന്നു, എല്ലാവരും കൂടി ഇരുന്ന്. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥതയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, എന്നെ മാത്രം പാസ്സാക്കണമെന്നല്ല ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഞങ്ങൾ 48 പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളത്. 48 പേരെ നീ പാസ്സാക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ എല്ലാവരും പാസ്സായാലും ഞങ്ങൾ ഇതാ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിക്കാം. പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. എന്ത് പറ്റുന്ന പിന്നെ നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാത്തവർ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല മക്കളെ. ഇപ്പം മനസ്സിലായല്ലോ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല മക്കളെ. പ്രാർത്ഥിക്കാൻ അറിയുന്നവർ മറ്റുള്ളവരുടെ ഒരു വേദന കാണുമ്പോൾ, ഒരു സങ്കടം കാണുമ്പോൾ, ഒരു ദുഃഖം കാണുമ്പോൾ, ഒരു ആകുലത കാണുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യം കാണുമ്പോൾ, അവരുടെ പ്രതിസന്ധി കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ക്യാൻസർ മാറാനല്ല, ദൈവമേ 100 ക്യാൻസർ രോഗികൾ ഈ പ്രാർത്ഥനയുമ്പോൾ സുഖപ്പെടണേ. എൻ്റെ കടബാധ്യത വാങ്ങാനല്ല, കർത്താവേ ഒരു 500 പേരുടെ കടബാധ്യത ഈ ചൊവ്വാഴ്ച 5 ശുശ്രൂഷ പങ്കെടുത്തുള്ള ഈ 5 ശുശ്രൂഷ കഴിയുമ്പോൾ 500 പേരുടെ അങ്ങനെ നീ യോഗം വെച്ച് നോക്കിക്കേ. നിന്റെ അക്കൗണ്ട് കർത്താവ് ഉയർത്തും പൈതലേ. നമുക്ക് ഈ ആത്മീയ രഹസ്യങ്ങൾ അറിയാം. നമുക്ക് സ്വാർത്ഥതയെ നമുക്ക് അറിയത്തുള്ളൂ. എൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരിടത്തും നീ എത്തത്തില്ല. നീ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നോക്കി മോള് പറഞ്ഞു കണ്ടില്ലേ, ഞങ്ങൾ 48 പേരും ജയിച്ചാൽ കർത്താവെ വന്ന് മഹത്വം തരാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ദൈവമേ ഞങ്ങൾ ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്, അപ്പം ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടയാക്കണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പരീക്ഷ സമയമായി. പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ റൂമിൽ ഞങ്ങൾ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 5 പേരും കൂടെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ചുറ്റും വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മധ്യസ്ഥതയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു എന്നും പരീക്ഷയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പരീക്ഷയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേയും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുന്നേ ഒക്കെ ഞാൻ കുരിശടയാടം വരച്ച് പ്രാർത്ഥിച്ചിട്ടായിരുന്നു. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, കൊച്ചുകൾ ജയിച്ചില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിച്ചെങ്കിൽ അവർ ജീവിക്കാൻ പഠിച്ചെന്നോർത്തു. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ പഠിച്ചെന്ന് വിചാരിച്ചു. ജയിക്കുന്നതൊക്കെ പിന്നത്തെ കാര്യമാണ് മക്കളെ. കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യനെ കണ്ടു. അയാൾ ITA പാസ്സായി പോയതാ. കുറച്ചാളായി കേട്ടോ. ITA പാസ്സായ ഒരു മനുഷ്യനാണ്. വിദേശത്ത് ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു കമ്പനിയുടെ CEO-യാണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ സത്യത്തിൽ എനിക്ക് പേടിയാ, ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ നിൽക്കാം. എന്താ സാറേ, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവന്മാരല്ലേ MTech-കാരാച്ച, ഡോക്ടറേറ്റ് ചെയ്തവന്മാരെൻ്റെ കീഴിൽ ജോലി ചെയ്യുക. ഇയാളെന്നാ ITA വേണ്ട, ITA. പക്ഷേ ഈ മനുഷ്യൻ പറയാം, നരകിച്ചാണ് ഞാൻ ഈ നാട് വിട്ടു പോയത്. ഏതോ ഗൾഫ് രാജ്യത്ത് ചെന്നപ്പെട്ടു, അവിടെ നിന്ന് ജോലി ചെയ്തു. അവിടുന്ന് എങ്ങനെയോ ഇദ്ദേഹം ഈ യൂറോപ്യൻ രാജ്യത്തെത്തി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ?
ഒരു യൂറോപ്യൻ രാജ്യത്തെ എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അധികാരിയായിട്ട് നിൽക്കുന്നവൻ അവൻ വെറും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പേടിഗിരി മുഖ്യ പോലും പോയിട്ടില്ല. വെറും അന്നത്തെ പഴയ ITC എനിക്കറിയില്ല, ITA എങ്ങാണ്ട് പാസ്സായ ഒരാൾ MTech സാറേ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പുള്ളിയോട് പറയുക ചിരിച്ചുകൊണ്ട്. വെച്ചാൽ ഉമ്മാരിടയ്ക്ക് വരും ഈ പിള്ളേർ, എനിക്ക് ഉമ്മാർ വരുമ്പോൾ എൻ്റെ മുട്ടിടിക്ക് വെച്ചോ, മുട്ടിടിക്കും. ഉമ്മാക്കറിയത്തില്ലോ ഞാൻ IT ആണെന്നൊന്നും ഇവനൊന്നും അറിയത്തില്ലല്ലോ. സാറേ അതെങ്ങനെ ചെയ്യുന്നത്, ഇതെങ്ങനെ ചെയ്യുന്നത്, ഇദ്ദേഹം കൈകൊണ്ട് തൊട്ട പറയും. അച്ഛാ രാത്രിയിൽ മണിക്കൂറുകൾ കർത്താവിന് കത്തോലിക്കനല്ല, ഞാൻ യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കുക വെച്ചു. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ രാത്രിയിൽ 2-3 മണിക്കൂർ ഞാൻ യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ വന്നതാണ്, നാട്ടിൽ വരുമ്പോൾ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരും ഈ മനുഷ്യൻ. ഞാൻ യഹോവയെ വിളിച്ച് പ്രാർത്ഥിച്ച 2-3 മണിക്കൂർ നേരം ഞാൻ കുറച്ചധികം നേരം വചനം വായിക്കുക വെച്ച. 2 പിള്ളേരെ മറ്റോ 2 പിള്ളേർ പഠിച്ച് ടോപ്പിലെത്തി അവന്മാരും മിടുക്കരായി. നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മക്കൾക്കറിയാമെങ്കിൽ ആ മക്കൾ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു. കൈയടിച്ച് കർത്താവിന് വാർത്ത കൊടുത്തു. ഉറപ്പുള്ള കാര്യമാണ് മക്കളെ, നിന്റെ വഴികളിൽ ദൈവം തൻ്റെ ദൂതന്മാരെ മുമ്പേ അയക്കും. ഹല്ലേലൂയ. പെട്ടെന്ന് പറഞ്ഞു കൊച്ചു, ഒത്തിരി കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് പറയിപ്പിക്കാൻ നിന്നെ കൊണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പരീക്ഷയുടെ സമയമായി. എനിക്ക് OBG എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും ഭയങ്കര പാടായിരുന്നു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടും ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന ഉടനെ തന്നെ ചാപ്പലിൽ പോയി ഞങ്ങൾ കർണക്കൊന്ത ചൊല്ലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൊല്ലുന്ന സമയത്തെല്ലാം ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ കൈവിടരുതേ, നീ എന്നെ കൈവിടരുതേ, തോപ്പിക്കരുതേ, ഞങ്ങളെ ആരും നീ തോപ്പിക്കരുതേ. ബാക്കി ഒത്തിരി പേർക്ക് വിഷമമായിരുന്നു, ഒത്തിരി പേർക്ക് പാടുണ്ടായിരുന്നു പരീക്ഷ. അപ്പം എല്ലാവരും ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയുന്നു, ദൈവമേ ആരെയും നീ തോപ്പിക്കരുതേ, ഞങ്ങളെല്ലാവരും നീ ജയിപ്പിക്കണേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ റിസൾട്ട് വരാറായി. എൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞു, ഞാൻ വീട്ടിൽ വന്നു. മാർച്ച് 1-ാം തീയതി തൊട്ട് ഞാൻ എല്ലാ ദിവസവും 13 നൊവേന വെച്ച് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ 13 നൊവേന വെച്ച് ചൊല്ലാൻ തുടങ്ങി. എനിക്ക് അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ദൈവമേ എൻ്റെ റിസൾട്ട് ഒരു ചൊവ്വാഴ്ച തന്നെ വരണേ, ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ സാധാരണ ഞങ്ങളുടെ റിസൾട്ട് വരുന്നത് എപ്പോഴും വൈകിട്ട് 6 മണിക്ക് ശേഷമായിരിക്കും എപ്പോഴും റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 4th ഇയറിലെ മാത്രമാണ് രാവിലെ ഇവിടെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഒരു 10-11 മണി ആയപ്പോഴായിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വന്നത്. അത് ചൊവ്വാഴ്ച തന്നെയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത്. ഒരു തിങ്കളാഴ്ച ആയപ്പം ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു, നാളെ എന്താണേലും എൻ്റെ റിസൾട്ട് വരും, ഉറപ്പായിട്ട് നാളെ എന്താണേലും എൻ്റെ റിസൾട്ട് വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ അന്തോണീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എനിക്ക് നാളെ റിസൾട്ട് വരുമ്പം ഞങ്ങൾ 48 പേരും പാസ്സായെന്ന് ഞാൻ കേൾക്കാവുള്ളേ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് വന്നു. ഞങ്ങൾ 48 പേരും പാസ്സായി. അങ്ങനെ ഞങ്ങൾ 48 പേരും പാസ്സായി. മറ്റന്നാൾ ഞങ്ങളുടെ ഗ്രാജുവേഷന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ വെച്ച് അന്തോണീസ് പുണ്യാളൻ എനിക്ക് തന്നു. അത് പ്രാർത്ഥിച്ച പോലെ തന്നെ ഞങ്ങൾ 48 പേരും മറ്റന്നാൾ ഗ്രാജുവേഷനോടുകൂടി ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ഏത് കോളേജിലാണ്? ബെൻസിഗർ കോളേജ്, കൊല്ലത്ത്. പുണ്യാളനായ ഒരു മെത്രാന്റെ പേരിലുള്ള ബെൻസിഗർ വളരെ തീഷ്ണമതിയായ സന്യാസിയായിരുന്ന ബെൻസിഗർ പിതാവിൻ്റെ കോളേജ്. ദേവമക്കൾ നോക്കിക്കേ, ഈ കൊച്ചു വർത്താനം പറഞ്ഞ കേട്ടോ, എന്ത് ഫ്ലുവൻസിയാണ്. കർത്താവിന് സാക്ഷ്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ മാറ്റുന്നത് വേറൊരു വിഷയം, ഇവിടെ മിണ്ടത്തിൽ ഇത്രയും പറയത്തില്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പെരുമഴ പെയ്യിക്കുന്ന പോലെ നോക്കിയാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കേൾക്കണം, ഇത് പിള്ളേരെ ഒന്ന് കേൾപ്പിക്കണം. ഒരു സുവിശേഷ പ്രസംഗമായി കൊച്ചിപ്പം നടത്തിയത് അല്ലേ? ഒരു സുവിശേഷ പ്രസംഗമായി കുഞ്ഞിനെ കൊണ്ട് കർത്താവ് കഴിച്ചത്. 10ാം ക്ലാസ് വരെ പൊട്ടിയും തൊട്ടിയൊക്കെ കിടന്നുകൊണ്ടിരുന്നതാണ്. അവിടെ തുടങ്ങി ഉയർച്ച. നിന്റെ തകർച്ചകളും നിന്റെ കർത്താവിങ്ങനെ തട്ടലും മുട്ടലും പൊട്ടലും ഒക്കെ കർത്താവ് തന്നതാന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് നീ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കർത്താവ് നിന്നെ ഉയർത്തിക്കും. മോളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞ്. 48 പേരും അത്ഭുതകരമായ ഉയർച്ചകളും അഭിഷേകങ്ങളും പ്രാപിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക